ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് കല്യാണിയും കിരണും താരയുടെ വീട്ടിലേക്ക് വരികയാണല്ലോ. അങ്ങനെ ആ സമയത്ത് വാതിൽ തുറന്നിട്ട് താരയോട് കല്യാണി ചോദിക്കുന്നുണ്ട്, ആന്റി എന്താ ഇവിടെ ഒറ്റയ്ക്ക് വന്ന് നിൽക്കുന്നത്? ആന്റി ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമുണ്ട്, അവിടെ എല്ലാവരുടെ കൂടെ നിന്നാൽ പോരായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, അത് കുഴപ്പമില്ല, ഞാനിവിടെ നിന്നോളാം എന്ന് പറയുകയാണ്. അല്ല, എന്താ പെട്ടെന്ന് അവിടെ നിന്നും പോരാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ സരയുവിനെ അന്വേഷിച്ച് ഇറങ്ങിയതാണ് എന്ന് പറയുന്നുണ്ട് താര. അപ്പം ആ സമയം എന്നിട്ട് കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇല്ല എന്ന് മറുപടി പറയുകയാണ്. അങ്ങനെ ആ സമയത്ത് എന്തായാലും ആന്റി ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കേണ്ട, ഒരു കാര്യം ചെയ്യും, ഞാനിവിടെ ആൻറ്റിയുടെ കൂടെ താമസിക്കാം എന്ന് കല്യാണി പറയുമ്പോൾ വേണ്ട എന്ന് പറയുന്നുണ്ട്. അതെന്താ, ഞാൻ ആൻറ്റിക്ക് ഇവിടെ നിൽക്കുന്നത് ആൻറ്റിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതുകൊണ്ടൊന്നല്ല എന്ന് പറഞ്ഞു, ഞാനിവിടെ ഒറ്റയ്ക്ക് നിന്നോളാം. ആൻറ്റി മനസ്സ് വിഷമിച്ച് മനസ്സൊന്നും വിഷമിപ്പിക്കരുത്, തന്നെയല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട് താര. അപ്പോൾ ആ സമയത്ത് ഈ വിഷമത്തിലും ആൻറ്റി ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയോ? അപ്പോൾ വീണ്ടും അവർക്ക് സംശയം. ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് കിരണ് താരയുടെ പ്രവൃത്തിയിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഇങ്ങനെ തോന്നുകയാണ്. പെട്ടെന്ന് കിരൺ പുറത്ത് ചെരുപ്പ് കിടക്കുന്നത് നോക്കുകയാണ്. മറ്റാരുടെയെങ്കിലും ചെരുപ്പ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. പക്ഷെ ആ സമയത്ത് അവിടെ താരയുടെ ചെരുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കിരൺ പറയുന്നുണ്ട്, എന്തായാലും ആൻറ്റിയുടെ ഇഷ്ടം പോലെ എന്നാൽ നടക്കട്ടെ, ഇവിടെ നിൽക്കണമെങ്കിൽ ഇവിടെ നിന്നോ, പക്ഷെ ഞങ്ങൾ ഇടയ്ക്ക് വരാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അത് കുഴപ്പമില്ല, ഞാനിവിടെ നിന്നോളാം. അല്ല, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് അങ്ങനെ മറുപടി പറഞ്ഞിട്ട് അങ്ങനെ അവരവിടെ നിന്നും പോരുകയും ചെയ്യുകയാണ്. അപ്പം എന്തായാലും കിരൺ പറയുന്നുണ്ട് കല്യാണിയോട് പുറത്തിറങ്ങിയിട്ട്, അതെ അവിടെ ഇനിയിപ്പോൾ നമ്മളറിയാതെ ആരെങ്കിലും ഉണ്ടായിരിക്കുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അല്ല, അതുകൊണ്ടാണ് ഞാൻ ചെരുപ്പ് നോക്കിയത്, പക്ഷെ ചെരുപ്പ് ആൻറ്റിയുടെ മാത്രമേ കണ്ടുള്ളൂ, വേറെ ആരുടെയും കണ്ടില്ല. അപ്പം എന്തായാലും നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കല്യാണിയും കിരണും കാറും എടുത്ത് അവിടെ നിന്നും പോവുകയാണ്. ഇവർ വാതിലിൻ്റെ പുറത്ത് ഇറങ്ങി ഉടനെ തന്നെ താരയാണെങ്കിൽ വാതിൽ കുട്ടി അടയ്ക്കുകയാണ് കേട്ടോ പെട്ടെന്ന്. അപ്പോൾ അത് അവർ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ആൻറ്റി എന്തുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ വാതിലടച്ചതെന്ന് ഒരു സംശയം കൂടി കല്യാണിൻ്റെയും കിരണിൻ്റെയും മനസ്സിൽ അങ്ങനെ കിടക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതുവരെയും താരയുടെ വീട്ടിൽ സരയുള്ളതായിട്ട് കല്യാണിയും കിരണും കണ്ടിട്ടില്ല. പിന്നെ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ രാഹുലാണ്. രാഹുൽ അങ്ങനെ ജയിലിൽ അങ്ങനെ വിഷമിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവിടേക്ക് വരുന്നുണ്ട് വിക്രവും ഗംഗയും കൂടിയിട്ട്. അങ്ങനെ അവർ വന്നിട്ട് രാഹുലിനോട് ചോദിക്കുകയാണ്, അല്ല ഇന്ന് രാവിലത്തെ പേപ്പർ കണ്ടായിരുന്നോ, പത്രം വായിച്ചായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു നോട്ടം നോക്കി, അതോടുകൂടി അവൻ്റെ മുഖമാണ് കണ്ടത്, പിന്നെ ഞാൻ വായിക്കാനൊന്നും പോയില്ല എന്ന് മറുപടി പറയുന്നുണ്ട് രാഹുൽ. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ വായിച്ചായിരുന്നു, അവനെ മൂന്നാർ മുരുകൻ എന്ന കല്യാണ ഉണ്ണിയെ പിടികൂടിയ വാർത്തയാണ് എല്ലാ പത്രത്തിലും ഉള്ളത് എന്ന് പറയുന്നുണ്ട്. എല്ലാത്തിലും നല്ല വലിയ ഹെഡിങ്ങിൽ തന്നെയാണ്, അവൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അവനെ പറഞ്ഞിട്ട് കാര്യമില്ല, അതവൻ്റെ ജോലിയാണ് എന്ന് ഗംഗ പറയുന്ന സമയത്ത് രാഹുൽ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ നിനക്കറിയാമെന്ന് ചോദിക്കാൻ. അല്ല, പേപ്പറിലൊക്കെ അങ്ങനെ കണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് രാഹുൽ പറയാണ്, എൻ്റെ മകൾക്കൊരു അബദ്ധം പറ്റിയതാണ്, എൻ്റെ അനന്തരനുമായിട്ട് അവളുടെ വിവാഹം നടന്നിരുന്നെങ്കിൽ അവൾക്ക് ഇങ്ങനെയൊരു ജീവിതം ഉണ്ടാകില്ലായിരുന്നു, പക്ഷേ അപ്പോഴാണല്ലോ കല്യാണി വന്ന് കയറിയത്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അതെ ആ കല്യാണിയാണ് എല്ലാത്തിനും നമ്മുടെ ജീവിതമൊക്കെ ഇങ്ങനെയാവാൻ കാരണം, നമ്മളിപ്പോൾ ഈ ജയിലിൽ കിടക്കേണ്ടി വരുന്നതൊക്കെ അതുകൊണ്ട് തന്നെയാണ്. അവൾക്ക് മാത്രം നമ്മുടെ ജീവിതമൊക്കെ നല്ലതായേനെ, അവൾക്ക് മാത്രം ദുഃഖം മാത്രം ഉണ്ടാവുള്ളായിരുന്നു, ആ കിരണിൻ്റെ ജീവിതത്തിൽ വന്ന് പെട്ടതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ കല്യാണിയെ ഭയങ്കരമായിട്ട് മോശമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് രാഹുൽ പറയുന്നുണ്ട്, അങ്ങനെ അവർ ഒന്നിച്ചപ്പോഴും എൻ്റെ മകൾക്ക് അവനേക്കാളും നല്ലൊരു യോഗ്യനായ ഒരു പയ്യനെ കണ്ടെത്തണമെന്ന് എനിക്ക് വാശിയായിരുന്നു. ആ സമയത്താണ് ഇവൻ ഞങ്ങളുടെ അഴകിൽ എത്തിപ്പെട്ടതും. ഇവൻ കോടികളുടെ കണക്ക് പറഞ്ഞ്, പിന്നെ ഇവൻ അമേരിക്കയിൽ ബിസിനസ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ ഞങ്ങൾ വിശ്വസിച്ച് പോയി. അങ്ങനെയാണ് സരയുവിന് അവനെ ആലോചിച്ച് അവനെ കല്യാണം കഴിച്ചു കൊടുത്തത്. പക്ഷേ അവനോടുള്ള ദേഷ്യം എനിക്ക് തീരുന്നില്ല. എൻ്റെ മകളുടെ ജീവിതം നശിപ്പിച്ചു, എൻ്റെ മകൾ അവൻ്റെ തലയ്ക്ക് അടിച്ചിട്ടും അവൻ ചത്തില്ല. പക്ഷേ അവൻ എന്തായാലും ഇവിടേക്ക് തന്നെയല്ലേ വരുന്നത്, ഇവിടെ വെച്ച് ഞാൻ അവനെ തീർക്കും, അവൻ്റെ മരണം എൻ്റെ കൈകൊണ്ട് തന്നെയായിരിക്കും എന്നൊക്കെ രാഹുൽ ഇങ്ങനെ പറയുന്നുണ്ട്. എടാ, നിനക്ക് ഞാൻ കൊട്ടേഷൻ തന്നതല്ലേ, നീ നമുക്കിവിടെ വെച്ചിട്ട് അവനെ തീർക്കണം, അത് നിനക്ക് പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗംഗ പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം അങ്കിളെ, എന്തായാലും അങ്കിള് വായോ, ഞാൻ ഇവിടുത്തെ പോലീസിനോട് സൂപ്രണ്ടിനോട് പറഞ്ഞിട്ട് ചാനൽ ഓണാക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ലൈവായിട്ട് കോടതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ലൈവായിട്ട് കാണിക്കുന്നുണ്ട്, അത് ഓണാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്, വാ നമുക്കത് പോയി കാണാം എന്ന് പറയുകയാണ്. അങ്ങനെ അവർ ഗംഗയും വിക്രവും കൂടെ അവിടെ നിന്ന് പോകുന്നുണ്ട്. രാഹുൽ അങ്ങനെ തന്നെ അവിടെ തന്നെ ഇരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് കോടതിയിലാണ്. അപ്പോൾ കോടതി വളപ്പിൽ നിഷ, ജുബാന, അതുപോലെ മറിയം, ഒരു 3 പേരുണ്ട്. പിന്നെ വേറെ 2 സ്ത്രീകളുമുണ്ട്. അവർക്ക് ഓരോ കുട്ടികളുമുണ്ട്, അത്യാവശ്യം വലിയ കുട്ടികൾ തന്നെയാണ്.
അങ്ങനെ ആ സമയത്ത് നിഷ പറയുന്നുണ്ട്, അതെ അവൻ ചതിക്കപ്പെട്ട പെൺകുട്ടികളെ മുഴുവനായിട്ടൊന്നും കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഒരുപാട് പേര് കണ്ണൂരും കാസർഗോഡൊക്കെ ഉള്ളവരാണ്. അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് ഈ സമയത്ത് ഇവിടേക്ക് വരാൻ പറ്റിയില്ലല്ലോ. അവരുടെയൊക്കെ എന്തായാലും വിവരം അറിയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും കല്യാണിയും കിരണും അവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ അവരങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ ചാനലാരും വരികയാണ്. അപ്പോൾ കല്യാണി കിരൺ ചോദിക്കുന്നു, നിങ്ങൾ വന്നോ എന്ന് ചോദിക്കണം. ഞങ്ങൾ വന്നു, എന്തായാലും എക്സ്ക്ലൂസീവ് ന്യൂസായിട്ട് തന്നെ ഞങ്ങളെല്ലാം പുറത്തുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ലൈവായിട്ട് വിട്ടോളാം സാർ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഇൻട്രൊഡക്ഷൻ പോലെ അവിടുത്തെ ചാനലുകാർ ഇങ്ങനെ പറയുന്നുണ്ട്, മൂന്നാർ മുരുകൻ എന്ന് അറിയപ്പെടുന്ന ഒരു കല്യാണ വീരൻ, കല്യാണ തട്ടിപ്പുകാരൻ, കല്യാണ ഉണ്ണി എന്നൊക്കെ പറയപ്പെടുന്ന മനോഹർ എന്ന് ഇപ്പോൾ നിലവിലുള്ള പേര്, അവൻ ഉടനെ തന്നെ ഇവിടെ എത്തും. അവൻ്റെ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആയിട്ട് പറയുന്നതായിരിക്കും. ഒരുപാട് പെൺകുട്ടികളെയാണ് അവൻ ജീവിതം തുലച്ചിട്ടുള്ളത്. ഒരുപാട് മക്കളെ അനാഥമാക്കിയിട്ടുണ്ട്. 2002 തുടങ്ങിയ കല്യാണമാണ് അവന്. പിന്നെ ഇപ്പോൾ ഇത്രയും നാളായിട്ട് അവൻ വീണ്ടും കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം ഇൻട്രൊഡക്ഷൻ പോലെ അവരിങ്ങനെ മാധ്യമപ്രവർത്തകർ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് മനോഹറിനെ കൊണ്ടുവരികയാണ്. അങ്ങനെ മനോഹറിനെ കൊണ്ടുവരുന്നിട്ട് മനോഹർ ഇറങ്ങുമ്പോൾ തന്നെ അവർ ചാനലുകാർ പറയുന്നുണ്ട്, ദേ നമ്മുടെ കല്യാണ വീരൻ എത്തിക്കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ലൈവായിട്ട് തന്നെ അവനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ടിവിയുടെ മുന്നിലാണ്. പ്രത്യേകിച്ച് നമ്മുടെ സരയും താരയും ഇത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ രൂപയും ചന്ദ്രസേനനും പിന്നെ ശാരിയും ടിവിയുടെ മുന്നിലുണ്ട്. പിന്നെ ഗംഗയും വിക്രവും രാഹുലും ഇവരും ജയിലിൻ്റെ അകത്ത് അവരും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ നമ്മുടെ രാഹുലിനെ അവനെ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവൻ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തിരിക്കുന്ന വിക്രമാണ് രാഹുലിൻ്റെ അരികിലിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ വിക്രത്തിൻ്റെ കഴുത്തിന് പിടിച്ച് ഞെക്കുകയാണ്. ടാ എന്നും പറഞ്ഞിട്ട് അവനോടുള്ള ദേഷ്യം ശരിക്കും തീർക്കുന്നതാണ്. അപ്പം അങ്കിളെ വിട് എന്നിങ്ങനെ വിക്രം ഇങ്ങനെ കൈ മാറ്റാൻ ശ്രമിക്കുമ്പോൾ അയ്യോ സോറി എന്ന് പറഞ്ഞിട്ട് സോറി എന്നിങ്ങനെ പറഞ്ഞ അങ്ങനെ രാഹുൽ കൈ പിടിക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ വന്നിറങ്ങുമ്പോൾ തന്നെ പെണ്ണുങ്ങളൊക്കെ താലവുമായിട്ട് അതായത് താലപ്പൊലി പോലെ ഇങ്ങനെ നിരന്നങ്ങനെ നിൽക്കുകയാണ്. അവൻ്റെ ഭാര്യമാരെല്ലാവരും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ജുബാനയെയും നിഷയെയും അതുപോലെ തന്നെ മറിയത്തിനെ ഇങ്ങനെ നോക്കിയിട്ട് അടുത്തതായിട്ട് 2 സ്ത്രീകളെ ഇങ്ങനെ നോക്കണത് ഏകദേശം നമ്മുടെ മനോഹറിനേക്കാളും പ്രായം തോന്നുന്ന സ്ത്രീകളൊക്കെയാണ് അവർ. അപ്പോൾ അതിലൊരു സ്ത്രീ ചോദിക്കുന്നുണ്ട്, അറിയോടാ എൻ്റെ ഈ കുഞ്ഞിനെ അറിയോടാ, നോക്കടാ, നിനക്ക് ഓർമ്മയുണ്ടോടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം അവനെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കോടതിയിലേക്ക് കൊണ്ടുപോയിട്ട് അവനെ അവിടെ നിർത്തിയിട്ട് വക്കീൽ ചോദിക്കുകയാണ്, എന്താ നിന്റെ പേര് എന്ന് ചോദിക്കുമ്പോൾ മനോഹർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നീ നിനക്കിട്ട പേര്, നിന്റെ ശരിയായ പേര് എന്താണെന്ന് ചോദിക്കുമ്പോൾ മുരുകൻ എന്ന് പറയാണ്. എവിടെയാണ് നീ ജനിച്ചത് എന്ന് ചോദിക്കുമ്പോൾ മൂന്നാർ. അപ്പോൾ മൂന്നാർ മുരുകൻ അതാണല്ലേ നിന്റെ പേര് എന്നിങ്ങനെ വക്കീൽ എടുത്ത് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം നീ ജീവിതത്തിൽ എത്ര പെണ്ണുങ്ങളുടെ ജീവിതം നീ തുലച്ചിട്ടുണ്ടടാ, എന്താ നിന്റെ പല ഭാര്യമാരും നിന്റെ ജീവിത ചരിത്രം അറിയില്ല, നീ നിന്റെ ആദ്യം തുടങ്ങിയുള്ള കാര്യങ്ങളൊന്നും കൂടി പറഞ്ഞേ എന്ന് പറയുകയാണ്. അപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ട്, ഞാൻ മൂന്നാറിൽ ഒരു തേയില തോട്ടത്തിൽ അവിടെ ഒരു സ്ത്രീയുടെ കൂടെയാണ് ഞാൻ വളർന്നതൊക്കെ. അപ്പോൾ എത്ര വയസ്സ് വരെ എന്ന് ചോദിക്കുമ്പോൾ ഒരു 5-6 വയസ്സ് വരെ. അതിനുശേഷം ഞാൻ ഒരു തട്ടുകടയിൽ നിന്നായിരുന്നു, അതിന് പിന്നെ ഹോട്ടലിൽ നിന്നായിരുന്നു, അതിനൊക്കെ വേണ്ടി നിന്നായിരുന്നു. അപ്പോൾ അത് എത്ര വയസ്സ് വരെ എന്ന് ചോദിക്കുമ്പോൾ 12 വയസ്സ് വരെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ എപ്പോൾ മുതലാടാ നീ ഇങ്ങനെ കല്യാണം കഴിക്കാൻ തുടങ്ങിയതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവൻ പറയുകയാണ്, ഞാനൊരു ഹോട്ടലിൽ ഒരു റെസ്റ്റോറൻറ്റിൽ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ അപ്പുറത്തെ ഫ്ലാറ്റിലായിട്ടൊരു സ്ത്രീ ഉണ്ടായിരുന്നു, ഏകദേശം എന്നേക്കാളും പ്രായമുണ്ടായിരുന്നു. ആ സ്ത്രീക്ക് എന്നോടൊരു ക്രഷ് തോന്നി. അങ്ങനെ എനിക്ക് അവരെ കല്യാണം കഴിക്കാനുള്ള പ്രായമൊന്നും ഇല്ലാതിരുന്നിട്ടും അവരുടെ കൂടെ ഞാൻ പോയി എന്ന് പറയുകയാണ്. എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിനക്ക് 17 വയസ്സ് അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് വക്കീൽ. അപ്പോൾ അത് എന്ന് പറയുകയാണ്. അപ്പോൾ അതിനുശേഷം അവർക്കൊരു കുഞ്ഞായതിനു ശേഷം ഞാൻ അവരോട് പറയാതെ പോരുകയായിരുന്നു എന്ന് മറുപടി പറയുന്നുണ്ട്. അങ്ങനെ കട്ടപ്പന അതുപോലെ തന്നെ ഹൈ റേഞ്ചുള്ള 1-2-3 സ്ഥലങ്ങളുടെ പേരൊക്കെ ഇങ്ങനെ അങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇവിടെയൊക്കെ നീ ഓരോ ഭാര്യമാരെ കല്യാണം കഴിച്ച് നീ അവിടേക്ക് ഒരു കുട്ടിയെ സമ്മാനിച്ച് നീ നാട്ടിലേക്ക് പോകുന്നു, അതൊക്കെ കാട് പോലത്തെ ഏരിയയാണ്, ഹൈ റേഞ്ച് സ്ഥലമാണ്. അവിടെ നിന്ന് നീ എപ്പോഴാണ് നാട്ടിലോട്ട് ഇറങ്ങിയത് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് നമ്മുടെ വക്കീല് മനോഹറിനോടായിട്ട്. ഏതായാലും മനോഹർ അതിന് ഉത്തരം പറയാൻ വേണ്ടി നിൽക്കുന്നൊരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.